ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ദർശനം ഇപ്പൊ നമ്മളുടെ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. കാരണം ദർശനം എന്ന് പറയുമ്പോൾ മറ്റൊരാളെ ദർശിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ദർശിക്കുന്നത് ഭഗവതിനെയാണ്. ഭഗവതിയെ ദർശിക്കുമ്പോ ഭഗവതിയിലൂടെ എനിക്ക് കിട്ടണ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതിലൂടെയാണ് ഇപ്പൊ ആ ഒരു പാത്തിലാണ് ഞാനിപ്പോ. അപ്പൊ എന്നെ കാണാൻ കഴിഞ്ഞ 2013 മഹാനവമിക്കാണ് എനിക്ക് ദർശനം കിട്ടണത്, എനിക്ക് വെളിപാട് കിട്ടണത്. അതായത് 2013 നവംബറിൽ മഹാനവമി സമയത്ത് ദുർഗാഷ്ടമി ദിവസം പുലർച്ചയ്ക്കാണ് എനിക്ക് ഈ വെളിപാട് വരുന്നത്. അതുവരെ ഞാൻ സാധാ ഒരു വീട്ടമ്മ, എല്ലാരെ പോലെ സാധാ ഒരു വീട്ടമ്മ. ആ ദർശനത്തിലേക്ക് വന്നപ്പോ എനിക്കൊരു പ്രത്യക്ഷപ്പെട്ട ഒരു രൂപമുണ്ട് എന്റെ മുമ്പില്. നർത്തനത്രയങ്ങളെ കൊണ്ട് കാണാൻ ഭഗവതിയെ കഴിയില്ല എന്ന് പറഞ്ഞാലും ശരിയാണ്, സത്യമാണ്. പക്ഷെ ഊർജത്തിന് ഒരു രൂപമില്ല. അപ്പൊ എന്റെ മുമ്പിൽ ഒരു പ്രത്യക്ഷ ഭാവത്തിൽ വന്നൊരു ഭഗവതി ഉണ്ട്. അത് സിംഹാരൂഢയായ ദേവിയായിരുന്നു. അതെ, സിംഹാരൂഢയായ ഭഗവതി, സിംഹാരൂഢയായ ദുർഗ. ഞാനിപ്പോ വിളിക്കണ കുഞ്ഞുട്ടിയമ്മ എന്ന്, കാരണം ബാലദുർഗയാണ്. അപ്പൊ ഈ ഭഗവതി എന്നോട് എനിക്ക് കിട്ടിയ വെളിപ്പാട് ചെവിയിൽ വന്ന് പറഞ്ഞത്, ഇതാണ് എന്റെ രൂപം, ഇനി മുതല് നീ ഇതാണ് പൂജിക്കേണ്ടത്, ഇതാണ് പറയണത്. അതുവരെ ഞാൻ ഭഗവതിയെ കണ്ടിട്ടില്ല, പൂജിച്ചിട്ടില്ല, ഭഗവതിനെ എനിക്കറിയില്ല. പക്ഷെ എന്റെ 4 വയസ്സിൽ മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോ ഞാൻ കുട്ടിയിൽ നടക്കുമ്പോൾ ഞാൻ ഒരു തീ പൊള്ളൽ എനിക്ക് ഏറ്റിട്ടുണ്ട്. പക്ഷെ എന്റെ ശരീരത്തിലെ ഉടുപ്പെല്ലാം കത്തിയെങ്കിലും എന്റെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടില്ല. വെള്ളത്തിൽ പല തവണ വീണിട്ടുണ്ട്, ബൈക്ക് ആക്സിഡന്റ്, ബസ് ആക്സിഡന്റ്. ഞാൻ പ്രസവത്തിന് പോകുമ്പോ, എന്റെ മോനെ പ്രസവിക്കാൻ പോകുമ്പോ പ്രസവത്തിന് എടുത്തിട്ട് പോവാം, 10 മാസമായിട്ട് പ്രസവത്തിന് എടുത്തിട്ട് പോവാം. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന്, എന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഹോസ്പിറ്റൽ കഴിഞ്ഞു, രണ്ടാമത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, പഴയ മെഡിക്കൽ കോളേജ്. ഇങ്ങോട്ട് കൊണ്ടുപോകണ നേരത്തെ അപ്പൊ അന്ന് രാവിലെ ഈ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയ ഓട്ടോയിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പ്രസവത്തിന് തുടങ്ങിയത്. അന്നൊരു ഒറ്റ വണ്ടിയില്ല, ഓട്ടോ കിട്ടാനുള്ളൂ. ഈ ഓട്ടോയിൽ അവരെ എന്നെ കൊണ്ടുപോയിട്ട് ഓട്ടോ പകുതി എത്തിയപ്പോ ബ്രേക്ക് നിന്നു. ബ്രേക്ക് ഇല്ലാതെ ഗിയറിലൊക്കെ വണ്ടി പോകണം. അപ്പൊ പോകുന്ന ഗേറ്റ് എത്തിയേക്കുമ്പോ അവിടെ ഇവര് ഡ്രൈവർ വിളിച്ചു പറയണ്ടേടാ, വണ്ടി പിടിച്ച് നിർത്ത്, ഇല്ലെങ്കിൽ വണ്ടി പോയി ഗേറ്റിലിടിക്കും. വണ്ടി പോയി ഗേറ്റിലിടിച്ചാൽ 5 പേര് അവിടെ തീരും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ എൻ്റെ ഒരു കസിൻ ബ്രദർ വണ്ടി പിടിച്ച് ചാടി നിർത്തിയതും വണ്ടി മറിഞ്ഞതും ഒപ്പാണ്. വണ്ടി മറിഞ്ഞപ്പോ എല്ലാവരും പുറത്തു പോയി, പക്ഷെ ഞാൻ ആ വണ്ടിയുടെ അകത്തിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അതൊരു അത്ഭുതമാണ്. ആ വണ്ടി ഉയർത്തുമ്പോ ഞാൻ ആ വണ്ടിയുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോ എനിക്ക് കണ്ണു കാണാല്ലേ, ഇരുട്ടാണ്. കാരണം എല്ലാവരും മരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ അഷ്ടമിരോഹിണിക്ക് തലേദിവസമാണ് എന്നെ കൊണ്ടുപോണത്. എല്ലാവരും മരിച്ചു എന്ന് വിചാരിച്ചു. ഞാൻ എന്റെ കണ്ണിൽ ഇരുട്ട് കയറി പിന്നെ അങ്ങനെ ബാക്കിലേക്ക് ബോധരഹിതമായിട്ട് പോവുക. ആ സമയത്ത് ഒരു കൈ വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. അത് അങ്ങനെ നിറയെ വളയുണ്ട് അതില്. അത് അത്ഭുതമാണ് ആ ഒരു കാര്യം പറഞ്ഞ. അപ്പൊ ആ വളയെല്ലാം നരച്ചിട്ടുണ്ട്, വസ്ത്രമൊക്കെ നരച്ച വസ്ത്രം, കഴുത്തിൽ നിറയെ മാലയുണ്ട്, തലയില് നല്ല ഒരു ജട. ഒരു സ്ത്രീയാണ്, കറുത്തൊരു സ്ത്രീ. ഇത് ഈ അർദ്ധരാത്രിയില് 2:30 മണിയായിട്ടുണ്ട്. 2:30ക്ക് എവിടുന്നാണ് ഈ സ്ത്രീ വന്നത് എന്നെ പിടിക്കാൻ? എനിക്കറിയില്ല, അവിടെ ആരും ആ സമയത്തില്ല. കാരണം എല്ലാവരും മറ്റുള്ളവർ കണ്ടിട്ടുണ്ടാവും. കാരണം എനിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം വാങ്ങിക്കൊണ്ടുപോകാൻ തന്നിട്ട് പിന്നെ അപ്രത്യക്ഷമായി എടുക്കുന്നത്. കാരണം അബോധാവസ്ഥയിൽ ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ വിടാൻ പോയപ്പോ എന്നെ പിടിച്ചിട്ട് വന്ന് എവിടുന്ന ഇരുട്ടത്ത് എന്നെ കണ്ട് എന്നുള്ളതാണ് അത്ഭുതം. കാരണം ഇടിച്ച വശം ലൈറ്റ് ഒന്നുമില്ലല്ലോ. രാത്രി 3 മണിയാകുമ്പോ റോട്ടിൽ വെളിച്ചൊന്നുമില്ല. ഇന്നത്തെ കാലല്ല, 2095 കാര്യം പറയണത്, 1995. ഇപ്പൊ റോട്ടിൽ ലൈറ്റ് ഒന്നുമില്ല. അങ്ങനെ പോകുന്ന നേരത്തെ ഈ വണ്ടി ഇടിച്ച് മറിഞ്ഞതും ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടിട്ടാണ് ആൾക്കാർ വീടിന് ലൈറ്റ് ഇടുന്നത്. പക്ഷെ ആ സമയത്താണ് എന്നെ പിടിച്ച് ബോധരഹിത എന്നെ പിടിച്ച് ഈ റെയിലിന്റെ ഇതിലിരുത്തി തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം വാങ്ങി കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ഇന്ന് വരെ ആ രൂപം കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കാരണം അർദ്ധരാത്രി സമയത്ത് ഒരു സ്ത്രീ എവിടുന്നാണ് അവിടെ ഉണ്ടാവുക ആ വഴിയില്? തീർച്ചയായിട്ടും ഞാനത് എന്നിലുള്ള, അല്ലെങ്കിൽ ആ നേരത്തെ എന്നെ രക്ഷിക്കാൻ വന്ന ഭഗവതിയായിട്ട് തന്നെ ഞാൻ അതിനെ കണക്കാക്കിയാണ് തീർച്ചയായിട്ടും. കാരണം പല സന്ദർഭത്തിലും പിന്നീടും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2012 എൻ്റെ മോളെ വിവാഹം കഴിക്കണത്. അപ്പൊ സാമ്പത്തികമായിട്ട് വളരെ ക്രൈസായിട്ട് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഞങ്ങളുടെ വീടൊരു കുന്നിന്റെ മുകളിലാണ്. അപ്പൊ ആ കുന്നിന്റെ മുകളിലത്തെ വീട്ടില് ലോണൊന്നും കിട്ടില്ല. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ ഇത്തിരി പൈസ കൈകാര്യം ചെയ്യാൻ, എൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. ഇപ്പൊ എൻ്റെ കൂടെയുള്ള ഹസ്ബൻഡ് സെക്കൻഡ് മാരേജാണ്. ആദ്യ വിവാഹത്തിൽ എനിക്ക് 2 മക്കളുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് കെയർ ചെയ്യില്ല. സമ്പത്തിനെ എങ്ങനെയാണ് കൈകാര്യം
ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരാളല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ മോളെ കല്യാണമായപ്പോ ഭയങ്കര ഇതായി. പൈസ ഇല്ല, ഒരു പൈസ ഇല്ല മോൾക്ക്. കല്യാണത്തിന് എടുക്കാനുള്ള സ്വർണങ്ങളോ വസ്ത്രം ഒന്നും എടുക്കാൻ പൈസ ഇല്ല. ഉള്ളത് ഒരാഴ്ചയാണ്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും ലോണ് ശരിയാക്കണില്ല. അപ്പൊ അന്ന് ഈ സഹകരണ ബാങ്കിൽ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് 3-4 മാസം മുമ്പേ. പക്ഷെ ഇവര് ഈ ഗ്രൂപ്പ് തർക്കം കാരണം എനിക്ക് ലോണ് തരാൻ ബുദ്ധിമുട്ട്. അപ്പുറത്തുള്ള ഒരാളെ ഇത്തിരി നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അപ്പുറത്തെ ഗ്രൂപ്പിലെ ലീഡർ. അയാളെ ഞങ്ങൾ അറിയാം. അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇവർക്ക് ലോൺ പാസ്സാക്കി കൊടുക്കണം എന്ന്. ആരും ആശയുണ്ട് ഈ ഗ്രൂപ്പ് പേരാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്, ആ കമ്മിറ്റിക്കാർ. ഇവരത് വൈകിച്ചപ്പോ എന്റെ മോളെ കല്യാണം ഒരാഴ്ചയേ ഉള്ളൂ, ഇവര് തരുന്നില്ല. ഇവരുടെ പ്രസിഡന്റിന്റെ കാല് വരെ ഞാൻ പോയി പിടിച്ചു, എന്റെ മോളെ കല്യാണാണ് പറഞ്ഞിട്ട്. അപ്പൊ അവരെ ഭാര്യ പറഞ്ഞു ആ കുട്ടി കാല് പിടിച്ചില്ലേ, നിങ്ങളതൊന്ന് വിളിച്ചു പറയുന്നു പറഞ്ഞു. അയാൾക്കും വിളിച്ചു പറയാനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് പട്ടയഭൂമിയാണ്, വഴിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആത്മഹത്യ വഴിയുള്ളൂ. കാരണം എല്ലാവരോടും കല്യാണം പറഞ്ഞു. മോളെ കല്യാണത്തിന് വേറെ നാട്ടുകാർ കളിയാക്കില്ലേ, ഇത്രയും വലിയ ഇതൊക്കെ ആയിട്ട് കുട്ടീനെ കല്യാണം അയച്ചു കൊടുക്കാൻ. അപ്പൊ ആത്മഹത്യ ചെയ്യാം. എങ്ങനെ ആത്മഹത്യ ചെയ്യാം? ബാങ്കിൽ നിന്ന് തിരിച്ചു പോകുമ്പോ വടക്കാഞ്ചേരിക്ക് വരണം, ബാങ്കിൽ നിന്ന് തിരിച്ചു വരുമ്പോ ബസ്സിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാം. പക്ഷെ ആ സമയത്ത് ഒരു ചൊവ്വാഴ്ച ഞാൻ എന്റെ ഹസ്ബൻഡും കൂടിയിട്ട് കല്യാണം പറഞ്ഞിട്ട് ചെല്ലാം. ഈ കല്യാണം പറഞ്ഞു ചെല്ലുമ്പോ ഏകദേശം ഒരു 2-2:30 ആയിട്ടുണ്ട് ഇതേപോലെ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് അവരെ ബാക്കിൽ നടക്കണത് എന്താ ആത്മഹത്യ ചെയ്യാൻ വേറെ വഴി. ഇവരൊക്കെ ആർക്കും അറിയില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചുള്ളത്. ഒരൊറ്റ കിലുക്ക ഇങ്ങനെ അരമണി മാളും ചെലമ്പും കൂടിയിട്ട് ഇങ്ങനെ കിലുക്കണം, ഒരൊറ്റ ശബ്ദം. ഈ ശബ്ദം ഹസ്ബൻഡും കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനപ്പൊ 4 പുറം നോക്കി. കാരണം ഈ മേഡത്തിലെ മോളെ കല്യാണം, ഈ മേഡത്തിൽ എവിടുന്നാണ് ഈ ചെലമ്പിന്റെയും വാളും അരമണിയും കിലുന്നത്? കാരണം കോമരങ്ങളൊന്നും ഉള്ള കാലമല്ല മേടമാസം, എല്ലാം കഴിഞ്ഞിട്ടുള്ള കാലമാണല്ലോ മേഡം. അപ്പൊ ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക്, എനിക്കറിയില്ലല്ലോ ഭഗവതിമാരെന്ന് എനിക്കറിയില്ല. അപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഒരു 11 രൂപ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി വെച്ചു, ഇനി അമ്മയ്ക്ക് വരുമ്പോ ഞാൻ തരാന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ കഴിഞ്ഞു. പക്ഷെ നാളെ കല്യാണമാണെങ്കിൽ ഇന്ന് 4 മണിക്ക് എനിക്ക് ലോൺ അവർ പാസ്സാക്കി തന്നു. അപ്പൊ എന്റെ മോളെ കല്യാണം നടന്നു. അപ്പൊ ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു ഭഗവതിക്ക്. അവിടെ ഒരു മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം ഉണ്ട്. അപ്പൊ ആ ക്ഷേത്രത്തില് താലി വഴിപാട് നടന്നിട്ടാണ് മോൾക്ക്. അപ്പൊ താലി ഞാനത് സത്യം പറഞ്ഞാൽ മറന്നുപോയി. നമുക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, കാര്യം നടന്നാൽ മറക്കേണ്ട ഒരു സ്വഭാവം മലയാളിക്ക് ഉണ്ടല്ലോ, മറന്നുപോയി. പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച അവിടെ ഉള്ളൂ, കഷ്ടി ഒരാഴ്ച ആയിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാവർക്കും ഊണൊക്കെ കൊടുത്തു. ഞാനും ഒന്ന് മയങ്ങ ഉച്ചാകുമ്പോ അപ്പൊ എന്നോട് ഇതേപോലെ ഭയങ്കര ഹൈറ്റിലൊരു കസാരയിൽ ഇങ്ങനെ കസാര നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ കസാര ഇങ്ങനെ കയറ്റിയിട്ടില്ല, ഇങ്ങനെ ഉയരത്തിൽ കസാര ഇരിക്കണേല് വന്നിരുന്നിട്ട് ഒരു ചോദ്യം, നീ വിവാഹം നടത്തിയ കുട്ടികളുടെ വിശേഷം എന്താന്ന്. ഞാനെടുത്ത് അങ്ങോട്ട് മറുപടി പറഞ്ഞു, ഞാൻ വിവാഹം നടത്താൻ ഞാൻ കല്യാണ ബ്രോക്കർ അല്ലല്ലോ എന്ന് ചോദിച്ചു. തിരിച്ചങ്ങോട്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ രൂപം നല്ല പതക്കമാല കഴുത്തിലിട്ടിട്ട് ബ്ലൗസും ജാക്കറ്റും മാത്രമേ ഉള്ളൂ, ആഭരണങ്ങൾ അത്രേ ഉള്ളൂ. പതക്കമാലി മൂക്കുത്തി, അത് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ പെട്ടെന്ന് ഞാൻ മയങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്കാണ്, നല്ല വെയിലും ചൂടുള്ള സമയമാണല്ലോ മേഡം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ ഉണർത്തി. എനിക്കൊരു പെട്ടെന്ന് മനസ്സിലായി, എനിക്കത് ദേവി വന്നിട്ട് എന്നോട് പറയണം, നീ കല്യാണം നടത്തിയ കുട്ടികളെ വിശേഷം എന്താന്നാ ചോദിക്കണത്. ഉടനടി പറഞ്ഞു, മോൾക്ക് താലി കൊടുക്കാണ്ട് അങ്ങോട്ടേലും പോയി പറയിട്ട് വേഗം ഹസ്ബൻഡിനെ ഉണർത്തി. ഞാൻ വേഗം കുളിച്ചു, വേഗം പോയി താലി വാങ്ങി. അന്ന് രാത്രി ഹസ്ബൻഡിന്റെ അച്ഛൻ മരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് 41 ദിവസം ഇനിയും കഴിയണ്ടേ. അപ്പൊ അതായത് ഈ ഭഗവതി എന്റെ അടുത്ത് വരണാട്ടി മുന്നേ, ദർശനം കിട്ടുന്നാട്ടി മുന്നേ പല ഇൻസിഡന്റുകളും മുന്നേ നടന്നിട്ടുണ്ട്, ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾ. അതായത് എന്റെ മോൾക്ക് 1.5 വയസ്സായപ്പോ മുത്തറഞ്ഞാണ് ഇട്ടിട്ട് ഓടി വരുന്ന ശബ്ദം. അപ്പൊ ഞാൻ പേടിച്ചു എന്ന് കണ്ടപ്പോ നിന്നു. പിന്നെ മോൾക്ക് 1.5 വയസ്സായപ്പോഴാ, അപ്പോഴും ഇതേപോലെ പതിയെ നടന്നു വരുന്ന ശബ്ദം. അപ്പോഴും ഞാൻ പേടിച്ചു. പിന്നെ അറിയിക്കണത് മോൾക്ക് 19 വയസ്സായപ്പോഴാ. 10 വരെ എന്നെ കാത്തിരുന്നിട്ടുണ്ടല്ലോ. പിന്നെ പല അപകടങ്ങളും എനിക്ക് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വെള്ളത്തിൽ വീണാൽ ഞാൻ കരയിലിരിക്കുന്നുണ്ടാവും. എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ കരയിലിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബസ് ഇടിച്ചാൽ എന്റെ മേലിൽ ഒരു ചോര, ഞാൻ ഒരുപാട് ആക്സിഡന്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു തരി ചോരയോ അപകടമോ ഒന്നും പറ്റില്ല. അങ്ങനെ പല അത്ഭുതങ്ങളും എനിക്ക്, അതുപോലെ തന്നെ വരാൻ പോണ കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്നതൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എനിക്ക് അറിയണത് അപ്പോൾ ഭഗവതിക്ക് തന്നെ ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും, എന്നുള്ള ഊർജത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ഇതെന്നും പറഞ്ഞിട്ട് അറിയണില്ല. ഞാനായിട്ട് തന്നെ പോയി കാണിച്ചു കൊടുക്കണമെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ദുർഗ. അതായത് എന്റെ മോളെ കല്യാണം കഴിഞ്ഞു, മോളുടെ ആദ്യ പ്രസവം കഴിഞ്ഞു, മോളുടെ കുട്ടിക്ക് പേരിടൽ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ
ദർശനം പോലെ എനിക്ക് ആ രൂപം വന്നിട്ട് ദർശനത്തിലേക്ക് വരുന്ന. അതെ, സിംഹത്തിന്റെ കൂടെയുള്ള പുറത്തിരിക്കണില്ല, നിൽക്കുകയാണ്. അപ്പൊ ആ നിൽക്കണ ആ രൂപം വന്നിട്ട് നമ്മളോട് അവിടുന്ന് 41 ഒരു മണ്ഡലകാലം ഞാൻ എൻ്റെ ലൈഫ്, അതുവരെ ഞാൻ മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചിരുന്നു ആ രാത്രി വരെ. പിന്നെ എനിക്ക് ആ മണം പറ്റില്ല, അതൊന്നും പറ്റില്ല. പിന്നെ വേറെ ലൈഫിലേക്ക് പോവാണ്. കാരണം അപ്പൊ ഞാൻ ചോദിച്ചു, പീഠത്തിൽ ഇരുത്തണോ? അപ്പൊ നീ എന്നെ പീഠത്തിലല്ലേ ഇരുത്തിയിരുന്നത്? ഇതാണ് തിരിച്ചു ചോദ്യം. അപ്പൊ ഞാൻ വേഗം ഒരു ഫോട്ടോ പോയി വാങ്ങിക്കൊണ്ടുവന്നു. എനിക്ക് ദേവീനെ അറിയില്ല. അപ്പൊ ഞാൻ ഗുരുവായൂര്, അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന വീടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ ഗുരുവായൂർക്ക്. ഗുരുവായൂർ പോയിട്ട്, അപ്പൊ ഗുരുവായൂർ എത്രനാട്ടി മുന്നേ പല ഷോപ്പിലും ഞങ്ങൾ ഈ ഫോട്ടോ തരുന്നു. അപ്പൊ എവിടെ ഇല്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഇത് കാണിച്ചു തന്നിട്ടുണ്ടോ എവിടെ ഇരിക്കണമെന്ന്? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയാ? ഗുരുവായൂരുണ്ട്. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തരേണത് ചോദിച്ചു. അങ്ങനെ ഗുരുവായൂർ എനിക്ക് കാണിച്ചെന്ന ഷോപ്പിൽ തന്നെ കയറിയിട്ട് ഈ ഫോട്ടോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പീഠത്തിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി. അപ്പൊ പീഠത്തിൽ വെച്ചിട്ട് വെറുതെ ഒരു ഫോട്ടോ വെച്ചിട്ട് വെറുതെ ഭഗവതീനെ എനിക്ക് കാണാവുന്ന ഒരു രൂപത്തിൽ, കാരണം നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ രൂപം പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അങ്ങനെ രൂപം വെച്ച് പൂജിച്ചു. അത് കുറെ കാലങ്ങൾ ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോ ഞാൻ തൃപ്രയാർ വന്നു. തൃപ്രയാർ വന്നപ്പോ അവിടെ വന്നപ്പോ ദേവി ഭാഗവതം ഇരിക്കണം ഒരു ബുക്ക് സ്റ്റോളില്. അപ്പൊ ഞാൻ വെറുതെ, എനിക്ക് ആ ബുക്ക് കണ്ടപ്പോ ഭയങ്കര സ്ട്രൈക്കായി പോയി. ആ പുസ്തകം ഞാൻ വാങ്ങി. അതിലൊരു കാളി സഹസ്രനാമം ഉണ്ടായിരുന്നു. ഈ സഹസ്രനാമം ഞാൻ അറിയുന്നില്ല, ഞാൻ വെറുതെ ഇരുന്ന് ജപിച്ചിടുക, അങ്ങനെ ഭഗവതി മുമ്പിൽ ഇരുന്ന് ജപിച്ചിടുക. അപ്പൊ കാളി ഭാവം ഇടതും ദുർഗാഭാവം വലതും പ്രത്യക്ഷത്തില് ആ എനർജി എനിക്ക് വരാൻ തുടങ്ങി. കാരണം ഇത് എനർജി തന്നെയാണ്. കാരണം ഭഗവതി എന്നിലുണ്ട് എന്ന് പറയുമ്പോ ആ എനർജിയാണ് എന്നിലുള്ളത്. അപ്പൊ ഇത് അറിയാതെ വർഷങ്ങളോളം ഈ കാളി സഹസ്രനാമം ജപിച്ചപ്പോ കാളിഭാവം ആവാഹന സമയത്ത് ഞാൻ അസലായിട്ട് ആവാഹിക്കും. പ്രേതം, ബാധ, ഭൂതം ഒക്കെ ആവാഹിക്കും. ഈ ആവാഹന സമയത്ത് കാളിയാണ് വരിക. കാരണം ഒരുപാട് ആൾക്കാരുടെ അപ്പൊ ദേവീനെ ഞാൻ പിന്നീട് വാൽക്കണ്ണാടിയിലേക്കും ഇപ്പൊ വിഗ്രഹത്തിലേക്കും മാറ്റിയിട്ട് പ്രതിഷ്ഠിച്ചിട്ടാണ്. അതാണ് ഇപ്പൊ ഒരു ചെറിയൊരു ക്ഷേത്രം. നമുക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ടാർപ്പായ മറിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. ഇപ്പോഴും മേലെ ടാർപ്പായ തന്നെയാണ്. അമ്പലം എന്ന് പറയാൻ വലിയ കെട്ടി ഇതൊന്നുമില്ല. കാരണം ഭഗവതി പറഞ്ഞേക്കുന്നത് നീയായിരിക്കാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാനായിട്ടിരിക്കുക. എന്താണ് സിമ്പിളായിട്ട് ഇരിക്കുക, സിമ്പിളായിട്ട് ജീവിക്കുക, സിമ്പിളായിട്ട് നമുക്ക് ഒരാളെ പരസഹായം ചെയ്തു കൊടുക്കാൻ, ചെറുതാണെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അപ്പൊ അനവധി ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ എങ്ങനെ കേട്ടെങ്കിൽ ഞാനിങ്ങനെ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് ജോലിക്ക് പോവാ, ജീവിക്കണല്ലോ. ഇതെല്ലാം മറച്ചു വെച്ചേക്കണം. എനിക്ക് ദൈവയുടെ ദർശനം കിട്ടിയതും എനിക്ക് സിദ്ധികളുണ്ടെന്നും അറിയാമെങ്കിലും കൂടി ഇത് ആരോടും പറയണില്ല. വീട്ടുകാർക്ക് അത് മനസ്സിലായി. ഏകദേശം ഒരു വർഷം കൊണ്ട് മനസ്സിലായി. പക്ഷെ കാരണം അവർക്ക് ഓരോന്നും ഞാൻ വരുമ്പോ പറയും, ഇന്നത് വരും, അന്ന് പോവണ്ട, അല്ലെങ്കിൽ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കുമ്പോ അവർക്ക് അറിയാലോ. അങ്ങനെ ഒരു ലേഡി എൻ്റെ അടുത്ത് വരികയാണ്. അപ്പൊ ഞാനാണെങ്കിൽ അന്ന് മാക്സിയൊക്കെ അടിച്ചു വെക്കുക. അതായത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാരാബ്ദങ്ങളിലൂടെ പോണ കാലമാണ്. അപ്പൊ മാക്സിയൊക്കെ അടിച്ചു വെക്കലൊക്കെയാണ്. ഞാൻ ടൈലറിങ് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ നന്നായി തയ്ക്കും. അപ്പൊ മാക്സി അടിച്ചു വെക്കപ്പോ 2 ലേഡീസ് വരണം. അപ്പൊ എൻ്റെ വിചാരം ഒരു മാക്സി എടുക്കാൻ വരികയെന്നാ. അപ്പൊ എൻ്റെ നാട്ടിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ എന്ത് നടന്നാലും ഇവിടെ എനിക്കത് കാണാം. ഞാനിവിടെ രാത്രി കണ്ടിരിക്കും ക്ഷേത്രത്തിൽ എന്ത് നടന്നാലും. അപ്പൊ ഞാൻ ഈ മാക്സി അടിച്ച് അപ്പൊ എൻ്റെ വിചാരം ഇവരെ അത് വാങ്ങാൻ വരികയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്ത് ചോദിച്ചു. അപ്പൊ അമ്മേനെ കാണണം പറഞ്ഞപ്പോ, അമ്മയാ ചോദിച്ചു ഞാൻ. അതെ, അമ്മേനെ ഒന്ന് വിളിക്കൂ, ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാണ് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ അമ്മ ഞാൻ തന്നെയാണ്. കാരണം ഇവര് എന്നെ കാണാനല്ല ഇവർ വന്നത്. ഒരു വഴി തെറ്റി ഏകദേശം 2.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഒരു വഴി തെറ്റി വന്നേക്കുന്നത്. ആ ലേഡിക്ക് ബ്ലീഡിങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ അമ്മ. അപ്പൊ അമ്മ നോക്കണം, അമ്മേനെ വിളിക്കൂ പറഞ്ഞു. അപ്പൊ അതും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം 12 സമയമായിരുന്നു ഉച്ചയ്ക്ക്. ആ സമയത്ത് ഞാൻ നോക്കാറില്ല ഒന്നാമത്. പക്ഷെ അവരുടെ ആ സിറ്റുവേഷൻ, ആ സാഹചര്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവരെ വെറുതെ പറഞ്ഞയക്കാനും പാടില്ല. നമ്മുടെ അടുത്ത് ആശ്രയിച്ചു വരുന്നവരെ വെറുതെ ഇപ്പൊ ഞാൻ സമയത്ത് നോക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കയറിയിരിക്കും പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അമ്മേ തൊടാൻ പറ്റില്ല, ബ്ലീഡിങ് ആണ് എന്ന് പറഞ്ഞു. സാറിൽ കയറി ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ അങ്ങനെ തിണ്ണയിലിരുത്തി ഈ സ്ത്രീയായിട്ട് പൂജാ റൂമിൽ കയറിയിട്ട് ഞാൻ നോക്കി. അപ്പൊ അനിയത്തിയാണ് കൂടെ വന്നേക്കണത്. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ അവരുടെ തലയിൽ പോയി കൈവച്ചത് ഈ ലേഡിയുടെ ബ്ലീഡിങ് നിന്നു. അപ്പൊ ഇവര് രാത്രി 7 മണിക്ക് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി 7 മണിക്ക് വിളിച്ചപ്പോ ഇവര് പറഞ്ഞു, അമ്മ അങ്ങോട്ട് വരുമ്പോ എനിക്ക് ബോധമില്ല, ഇപ്പൊ എനിക്ക് ബോധം വന്നു, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായിട്ട്. അമ്മ കൈ വെച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും എന്റെ ബ്ലീഡിങ് നിന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ അനവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അനവധി ഡോക്ടേഴ്സിന് കണ്ടിട്ട് ആരെ കണ്ടിട്ട് ഇവർക്കിത് മാറണില്ല. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നീര് വന്നിട്ട് കിടക്കുക.